എനിക്ക് കളിക്കാറില്ലല്ലോ. അപ്പോ ഇന്ന് നമ്മൾ തഞ്ചാവൂര് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ കൊച്ചിയിൽ നിന്ന് നേരെ തഞ്ചാവൂര് പോവാണ്. ഒക്കെ ഈ കൊച്ചിയിൽ നിന്ന് എപ്പോ ഇറങ്ങി തഞ്ചാവൂർ ഇപ്പൊ എവിടെ എത്തി അത് നമുക്ക് പറയാം. നമ്മൾ സായിയുടെ ക്രിക്കറ്റ് ഫൈനൽ ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു, റസ്മിനോട് പറഞ്ഞു ഞങ്ങൾ അതെ അങ്ങനെ നടന്നു പോയപ്പോൾ കുഴിയിൽ ചാടി. അപ്പോൾ ഇങ്ങനെ സംഭവിച്ചു. നോറേനെ പോലെ ഇങ്ങനെ എന്താ പറയാ ഓവർ ഡ്രാമറ്റിക് എനിക്കറിയില്ല. ഞാൻ സ്പോണ്ടേനിയസ് ആയിട്ട് തമാശ എന്നോ പറഞ്ഞു. കൊള്ളാം. ഞാൻ ഓവർ ആ കണ്ണട തുടക്കി ഞാൻ ഇങ്ങനെ നല്ല ഭംഗിയുണ്ട് തുടക്കി നോറയുടെ പരാതി പരിഗണിച്ചുകൊണ്ട് ഗ്ലാസ് ക്യാമറ ഒക്കെ തുടച്ചിട്ടുണ്ട്. ക്യാമറ തുടക്കാത്തതുകൊണ്ട് നോറേനെ കാണാൻ ഭംഗിയില്ല എന്നുള്ള ഒരു സാധനം കേട്ടപ്പോ എനിക്കും വിഷമായി. അതുകൊണ്ട് ഞാൻ ക്യാമറ ക്ലിയർ ചെയ്തിട്ട് ഒന്നും കൂടി എടുത്തു. അല്ലെങ്കിലും നമ്മൾ തുടക്കും. നോറ ഒരു വാക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അതെ, നോറയാണ് ഞങ്ങളുടെ മുത്ത്. ഭംഗി വെച്ചോക്കെ നല്ല രസമായിരുന്നു കാണാൻ. ഞാൻ വാവ് തന്നെ മുത്തേ മുത്തേ നോറ മുത്തേ കണ്ണട വെക്കാത്ത നോറ മുത്തേ. ഞങ്ങള് 2.5 മണിക്കൂർ പോസ്റ്റ് ആക്കിയ നോറ അവിടെ കിടക്കുന്നു. അപ്പൊ വീണ്ടും മുത്തേ മുത്തേ നോറ മുത്തേ കണ്ണട വെച്ചൊരു നോറ മുത്തേ. അതെ അതെ കിടന്നോടുന്ന നോറ. ഇതൊന്നല്ല ബോധർ ചെയ്യുന്നേ. എല്ലാം ഈ പഠിച്ച സ്ഥലത്തേക്ക് എന്തിനാ എന്നെ കൊണ്ടുപോകണമെന്ന് എനിക്ക് മനസ്സിലാവട്ടെ. അവൻ നോറയ്ക്കൊരു പരാതി ഉണ്ട്. ലീനുസ്കറിയ തഞ്ചാവൂര് ഒരു ശാപം വെച്ച് ലീന ഒരു എന്താ എമേർജിങ് എന്റർപ്രണർ ആയിട്ട് അത് സക്സസ് ആയില്ല. അതുകൊണ്ട് വേണ്ടി കൊണ്ടുപോകുന്ന ടാക്ടിക് മൂവ് ആണെന്ന് തോന്നുന്നുണ്ട്. ടാക്ടിക് മൂവ്. ലിനുവെ സക്സസ് ആവാത്തോണ്ട് ഇനി ഞങ്ങൾ ആരും സക്സസ് ആവണ്ട എന്നൊരു ഞാൻ സക്സസ് ആണ് മോളെ. സക്സസ് ഇങ്ങനെ ഇന്ത്യ തലമുടി കണ്ടോ നിറച്ചിട്ട് ഇത് കണ്ടോ. നോറയ്ക്കുള്ള പ്രായം ആടോ ശരിക്കും സത്യോ ഇന്നില്ലേ ഒരു വയസ്സായ ആരാന്നുള്ളത് ഞാൻ ക്യാമറ കട്ട് ചെയ്ത് പറയണ്ട. ഇന്ന വയസ്സായതിന്റെ ടൂണ ഞാൻ പറഞ്ഞു ഇത് ഞാൻ നരച്ചതല്ല, ഞാൻ നരപ്പിച്ചതാണ്, എനിക്ക് പ്രായമല്ല ഞാൻ പറഞ്ഞു. ഞാൻ കഴിഞ്ഞ ദിവസം നിന്നെ വയറ്റിലേന്ന് പിക്ക് ചെയ്യാൻ വന്നില്ലേ, അപ്പോ കണ്ടപ്പോ എനിക്ക് ആദ്യം ലൈക്ക് പ്രായമുള്ള ആളെ പോലെയാണ് തോന്നിയത്. ഈ ലുക്കപ്പ് അതാണ്. നോറയ്ക്ക് എങ്ങോട്ട് ഇരിക്കാൻ താല്പര്യമില്ല. എനിക്ക് താല്പര്യമില്ല. ഞാൻ വയസ്സായാലും ഞാന് ബ്ലാക്ക് അടിക്കും. റിവേഴ്സ് മോഡ്. അപ്പൊ നമ്മള് പറഞ്ഞത് വൈകുന്നേരം ഇറങ്ങിയതാണ്. എന്നിട്ട് ഞങ്ങൾ അങ്കമാലി പോയി. ലിനും റസ്മിനും അങ്കമാലി രാത്രി എത്തി. ഞങ്ങൾ സിനിമ ഒക്കെ കണ്ടിട്ട് എത്തി കഴിഞ്ഞപ്പോൾ ഫുഡ് കഴിച്ച് ഞങ്ങളൊരു 11:30 മണിക്ക് 11:30 സ്റ്റാർട്ട് 11 സ്റ്റാർട്ട് ചെയ്തു. നമ്മള് ഞങ്ങള് അങ്കമാലിന്ന് സ്റ്റാർട്ട് ചെയ്തു ഗായ്സ്. ഇതിന് ഞങ്ങള് പാലക്കാട് എത്തി. എന്തിന് ആർക്ക് വേണ്ടി? നോറയ്ക്ക് വേണ്ടി. അങ്ങനെ നോറ മുസ്കാൻ എത്തുന്നത് വെളുപ്പിന് 3 മണിക്കാണ്. 3 മണിയും കഴിഞ്ഞു അല്ലെ? 3 മണിയും കഴിഞ്ഞു. 2 മണിക്ക് ഞങ്ങള് 2-2.5 മണിക്കൂർ വണ്ടിയിലിരുന്ന് ഇങ്ങനെ കണ്ണിലെ എണ്ണ ഒഴിച്ചിട്ട് എന്താണ് എന്താ പറയുന്നത്, കണ്ണിൽ എണ്ണ ഒഴിച്ച് കാത്തിരുന്നു. എന്നിട്ടും വന്നില്ല. എന്നിട്ട് അവസാനം പിന്നെയും കണ്ണു തുറന്നിട്ട് മറ്റേ കാത്തിരുന്നു കഴിഞ്ഞു. അതിനുശേഷം നോറ വന്നു, അത്രേ ഉള്ളൂ, കേറി. എന്നിട്ട് ഇപ്പൊ സമയം 9:15. ഇതുവരെ ഞങ്ങൾ എത്തിയിട്ടില്ല. ഇനി നമുക്ക് വെറും 35 മിനിറ്റ്സ് ഉള്ളൂ. അപ്പൊ നമ്മൾ 10 മണിയാകുമ്പോ തഞ്ചാവൂർ എത്തും. തഞ്ചാവൂർ ജല്ലക്കാരി ഇത് ഈ സമയത്തുള്ള കുറച്ച് സാധനങ്ങൾ ഞാൻ ഇത് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം. ഇവിടെ ഈ യാത്രയിൽ എന്തൊക്കെ ഉണ്ടായി എന്നുള്ള സാധനം ഈ ഒരു വീഡിയോ എടുത്തതിന് ശേഷം ഞാൻ ക്ലിപ്പായിട്ട് ആഡ് ചെയ്യും. അല്ലേ? ഫുഡ് കഴിക്കണം. ആ ഫുഡ് കഴിക്കണ വീഡിയോയും വരുന്നതാണ്. അങ്ങോട്ടുള്ള യാത്രകളും വിശേഷങ്ങളും സ്നേഹപ്രകടനങ്ങളും വഴക്കുകളും അതെ, ഞങ്ങളൊരു വഴക്കുകൾ പ്രതീക്ഷിക്കുന്നു, സ്നേഹം പ്രതീക്ഷിക്കുന്നു, പുറത്താക്കൽ പ്രതീക്ഷിക്കുന്നു, ഇറങ്ങിപ്പോക്ക് ഒറ്റപ്പെടൽ പ്രതീക്ഷിക്കുന്നു. അത് ഓൾറെഡി ഒറ്റപ്പെട്ടു.
അപ്പൊ ഞങ്ങൾ ഇന്ന് ഇപ്രാവശ്യം റസ്മിനെയാണ് ഒറ്റപ്പെടുത്താൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഞങ്ങൾ 3 പേര് ഒരു കൂട്ടാണ്, ഞാനും നോറയും. ഇല്ല, ലീനു അങ്ങനെ ചെയ്യില്ല. കണ്ടോ ലീനു അതെന്നെ വെറും തോന്നല്ലേ. ലീനു ഫസ്റ്റ് റസ്മിനെ ഞങ്ങൾ ഒറ്റപ്പെടുത്താൻ പോവാണ്. ഞാൻ നിന്നെ കളയോ? കളയും. അപ്പൊ നമ്മൾ ഇനി ഫുഡ് കഴിക്കട്ടെ. ഫുഡ് കഴിക്കുന്നതിന് മുന്നേ ഞാൻ ഒരു ചെറിയ സാധനം കാണിച്ചു കേട്ടോ. ഇതാണ് ഞങ്ങളുടെ കാറിൽ നടന്നത് ഇന്നലെ രാത്രി. അതിന്റെ ഇടയ്ക്ക് കുറച്ച് പോലീസുകാരെ കണ്ടിട്ട് നോറ ഒന്ന് ട്യൂണാക്കാൻ നോക്കി. നോറയും ലീനും കൂടി ട്യൂണാക്കാൻ നോക്കി. അവരതിൽ വീണു. ലീനു മാരീഡാ പറഞ്ഞേ, ലീനു എന്നെ ചീത്ത വിളിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു ഇനി മുതൽ ഞാൻ മാരീഡാ പറഞ്ഞോളാം, ഞാൻ സിജോ ചേട്ടന്റെ വൈഫാന്ന് ഞാൻ പറഞ്ഞോളാം പറഞ്ഞു. അങ്ങനെ ലീനുവിന് സിംഗിൾ ആയി ജീവിക്കാൻ ആഗ്രഹം, ലീനു ജീവിക്കട്ടെ. ലീനു നോറയുടെ ക്യാരക്ടറിലും ഞാൻ ലിനുവിന്റെ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും. പക്ഷെ എനിക്ക് വടി കിട്ടും. ലിനുവിന് വിഷമുണ്ട്, എന്നാലും പോട്ടെ, സാരല്ല. ബിഗ് ബോസിലെ നോറയെന്ന് പറയാനല്ലേ എനിക്ക് വേണ്ട. അതില് സെപ്പറേറ്റ് ഫാൻ ബേസ് ഉണ്ട്. സെപ്പറേറ്റ് ഫാൻ ബേസ്. അപ്പൊ പിന്നെ വേറെ കാര്യം തന്നെ, നോറ കേരളത്തില് ഭരണമില്ലാത്തോണ്ടാണ്. ഞാനിപ്പോ ഈ വീഡിയോ ഇടുമ്പോഴത്തേക്കും ഭരണം വരും എന്തായാലും. ഈ ഭരണം ഇല്ലാത്തോണ്ടാണ് തമിഴ്നാട്ടിലേക്ക് മുഖ്യമന്ത്രി ഇല്ലാത്തതിന്റെ ആ വിഷമത്തിലാണ് നോറ ഇവിടെ വരുന്നത്. കാരണം പിണറായി ഇറങ്ങിപ്പോയല്ലോ. അപ്പൊ ഇനി ഒരു മുഖ്യമന്ത്രി വരാൻ വേണ്ടി ഇങ്ങനെ നോറ കാത്തിക്കാണ്. അപ്പൊ അത് വരാത്തോണ്ടാണ് നോറയ്ക്ക് അവിടെ നിന്ന് രക്ഷപ്പെട്ട് മുഖ്യമന്ത്രിനെ കണ്ട് ആശ്വസിച്ചു. വിജയണ്ണനെ കാണാൻ പോവാന്നാണ്. ഫുള്ള് വിജയിന്റെ പാട്ടായിരുന്നു. ഇപ്പൊ നിങ്ങൾ കേട്ടല്ലോ, വിജയിന്റെ പാട്ടായത് ഫുള്ള് വെച്ചത്. വിജയണ്ണനെ കണ്ടേ പറ്റുള്ളൂ എന്നിട്ടാണ് തമിഴ്നാട്ടിലേക്ക് വന്നിരിക്കുന്നത്. പിന്നെ ഞങ്ങൾ നേരെ അത് കഴിഞ്ഞിട്ട് അമ്പലത്തിലൊക്കെ പോകുന്ന വഴിക്ക് അണ്ണനൊക്കെ കാണുന്നതായിരിക്കും. അണ്ണനെ കണ്ടു, എല്ലായിടത്തും പോസ്റ്റർ ഉണ്ട്. അണ്ണൻ കിട്ടിയത് ലഞ്ച് സ്പെഷ്യൽ പറഞ്ഞാ മതി. നോറ മുസ്കാനും ഫ്രണ്ട്സുമാണ് വന്നിട്ടെന്ന് പറഞ്ഞാല് അണ്ണൻ കേറ്റു പറഞ്ഞു. പിണറായിയുടെ സ്വന്തം ആളെന്നൊക്കെ പറഞ്ഞാൽ എന്തായാലും കേറ്റും. എടാ നമ്മള് ബൃഹദേശ്വരി തന്നെ നെഗറ്റീവ് ആയിട്ടൊന്നുമില്ലല്ലോ. മിത്തെന്നോ അങ്ങനെയെങ്കിൽ കേഴ്സ് നോക്ക്. കേഴ്സ് ഇല്ലാന്നാണല്ലോ ഞാൻ കാണിച്ചു തരാറുണ്ട്. അപ്പൊ ഞാൻ ഈ സാധനമൊക്കെ ഒന്ന് കാണിക്കട്ടെ കേട്ടോ. ഇനിയിപ്പോ നമ്മള് എത്താനായി. ഇനി ഫുഡ് കഴിക്കുന്നതിന് മുന്നേ ഈ ചെറിയ ക്ലിപ്പിങ്ങൾ കണ്ടിട്ട് ഇതാണ് നമ്മുടെ വണ്ടിയിൽ നടന്ന സംഭവം. ഓ നമ്മളിനി ഫുഡ് കഴിക്കാൻ വേണ്ടി ഒരു ഹോട്ടലിലെത്തിയിട്ടുണ്ട്. രാംരാജ് ഹോട്ടൽ, സോറി രാംരാജ് കോട്ടൺ ഫുഡുകളുടെ തൊട്ടടുത്തുള്ള ഒരു ഹോട്ടലിലാണ് നമ്മൾ ഫുഡ് കഴിക്കാൻ വന്നത്. അല്ലേ ലീനു? ചിത്ര സ്ഥലം എത്തി. സോറി, ഇതിങ്ങനെയാണ് ഹോട്ടൽ ചിത്ര. നമ്മള് തഞ്ചാവൂർ എത്താനെത്തി. ഇനി ഒരു 50 കിലോമീറ്റർ കൂടി ഉണ്ട്. അപ്പോൾ 50 കിലോമീറ്ററിൻ്റെ എത്താൻ നമ്മൾ ഫുഡ് കഴിക്കുമ്പോൾ ആകെ ഇന്നലത്തെ ഒരു കോലമാണ്. പോയിട്ട് വേണമെന്ന് ഫ്രഷായിട്ട് നേരെ ഉറങ്ങാൻ. അപ്പോൾ നമ്മളിനി പൂരിയാണ് കഴിക്കുന്നത്. ഞാനും ലിനു നോറൊക്കെ പൂരി ഓർഡർ ചെയ്തു. പൊങ്കൽ സ്പെഷ്യൽ വട കണ്ടോ. എനിക്ക് ഒറ്റ വട, ലിനുവിന് ഒറ്റ വട, ജസ്മിന് വടയില്ല. നോറ ഇവിടെ അങ്ങനെ കീഴടക്കിയിട്ടുണ്ട്. ജനഹൃദയങ്ങൾ കീഴടക്കി തമിഴ്നാട്ടിലൂടെ മുന്നേറുന്നു നോറ. ഒരു ഫുഡിൽ മതിയാവാഞ്ഞിട്ട് നോറ ഒരു വലിയൊരു മസാല ദോശ കൂടി ഓർഡർ ചെയ്ത് ചെയ്തിട്ടുണ്ട്. റസ്മിൻ നോക്കി വെള്ളം ഇറക്കുന്നുണ്ട്. പക്ഷെ റസ്മിൻ കഴിക്കാൻ പറ്റുന്നില്ല. പൊങ്കൽ കഴിച്ചിട്ട് മതിയായി ഇരിക്കുകയാണ്. റസ്മിൻ കമോൺ കഴിക്കോ. പാവം ലീനു ഒറ്റയ്ക്ക്. എടോ പറ, കട്ടായി പോയി. ഇതെന്താ
നമ്മളിപ്പോ തഞ്ചാവൂർ എത്തി. നമ്മളിപ്പോ ഒരു റിസോർട്ടൊക്കെ ബുക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഞങ്ങളെ 1 മണി കഴിഞ്ഞിട്ട് കയറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട്, കാരണം ഇപ്പൊ സമയം 10 മണിയായി. ഞങ്ങൾ അവിടുന്ന് പുറത്തേക്ക് ഞങ്ങൾ ഇനി 1 മണി വരെ, അതായത് ഇനി ഒരു 3 മണിക്കൂർ നമ്മളിവിടെ തഞ്ചാവൂർ ചുറ്റി കറങ്ങണം. എവിടേക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ പോയിട്ട് ചെയ്യണം, ഷോപ്പിംഗ് നടത്തണം. അപ്പൊ അതുവരെ നമ്മൾ ഇവിടെ വണ്ടിയിലൊക്കെ ആയിട്ട് പോയിട്ട്, ഇവിടെ കുറെ ടെമ്പിളൊക്കെ ഉണ്ടോണ്ട് നമ്മൾ എന്തായാലും സ്പെഷ്യലി ഈ പ്ലേസ് നിറച്ചു. ഇവിടെ ടെമ്പിൾ, അവിടെ ഒരു ടെമ്പിൾ നമ്മൾ പോകാനുള്ള ടെമ്പിൾ ആണ്. അത് കുറച്ച് ഉയരം കൂടിയ ടൈപ്പ്. അത് അവിടെ റൈറ്റ് സൈഡിൽ അതന്നെ. അത് അവിടെയാണ് നമ്മുടെ ടെമ്പിൾ, ബൃഹദീശ്വർ ടെമ്പിൾ. ഇപ്പൊ നമ്മളിവിടെ കാര്യമായിട്ടുള്ള ഫാൻസി ഷോപ്പിംഗ് ആണ്. ഞാൻ കൊച്ചിയിൽ നിന്ന്, ഞാനും നോറയും, ഞാൻ കൊച്ചിയിൽ നിന്നാണ് വന്നത്. കൊച്ചിയിൽ നിന്ന് നേരെ തഞ്ചാവൂർ വന്നുകൊണ്ട് എൻ്റെ കയ്യിൽ സാരി ഉണ്ടായിരുന്നില്ല, പിന്നെ ഡ്രസ്സൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനത്തെ ഫുള്ള് ജീൻസും ടോപ്പും ഉടുപ്പൊക്കെ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ തഞ്ചാവൂർ എത്തിയിട്ട് ചെന്നൈ സിൽക്സിൽ നിന്നൊരു സാരിയൊക്കെ എടുത്തു. നല്ല സാരിയാണ്. അതൊക്കെ ഇനി ഉടുത്തിട്ട് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പോൾ ഞങ്ങൾ ചെന്നൈ സിൽക്സിലാണ് വന്നിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് സാരിയും ഡ്രസ്സൊക്കെ എടുത്തു. ലിനുവിൻ്റെ അടുത്ത ഡ്രസ്സുണ്ട്, നോറയും ഡ്രസ്സ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. കാരണം നോറ നാട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. തിരിച്ചു വന്നിട്ട് ഞാൻ നേരെ കൊച്ചിയിൽ നിന്നായതുകൊണ്ട് എനിക്ക് ഡ്രസ്സിൻ്റെ വരുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ചെന്നൈ സിൽക്സിൽ പോയി സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് ഇപ്പോൾ ലിനും നോറയും കൂടി മേക്കപ്പ് പ്രൊഡക്ട്സ് വാങ്ങണം. മേക്കപ്പ് പ്രൊഡക്ട്സ് എൻ്റെ ഇഷ്ടംപോലെ ഉള്ളതുകൊണ്ട് പിന്നെ എനിക്ക് അധികം വാങ്ങാണ്ടല്ല. പിന്നെ എനിക്ക് കുറച്ച് ജ്വല്ലറീസ് വാങ്ങാണ്ട് നമ്മളിനി പുറത്ത് പോയിട്ട് വാങ്ങും. പിന്നെ റസ്മിൻ പിന്നെ നമ്മുടെ ഈ കൂട്ടത്തിൽ പെടാത്തത് കൊണ്ട് റസ്മിൻ നമ്മൾ ഒഴിവാക്കി, അല്ലേ നോറ? നീ ക്യാമറ തുടയ്ക്കണം. ഓക്കെ, തപ്പ്, ഞാൻ ചെയ്യുന്നത് തപ്പ്. അപ്പോൾ നോറയുടെ ലിപ്സ്റ്റിക് തെരച്ചിൽ ഇതോടെ കഴിഞ്ഞിരിക്കുന്നു. നോറ ലിപ്സ്റ്റിക് ഒക്കെ വാങ്ങിയിട്ട് നോക്കിയിട്ടുണ്ട്, നല്ല ഭംഗിയുണ്ട്. ക്യാമറ ക്ലിയർ അല്ലേ? നേരത്തെ ഒരു ലിപ്സ്റ്റിക് ഷെയ്ഡ് ഇതിലും ഒരു വ്യത്യാസമുണ്ട്. എന്തിനാ നമ്മൾ ഈ ലൈറ്റിൻ്റെ വ്യത്യാസം ഉണ്ടാവും, പുറത്തിറങ്ങി കഴിഞ്ഞാൽ വേറെ കളറാവും. നമ്മുടെ നമുക്കിനെ പോലെ കളർ മാറിക്കൊണ്ട് പറയേണ്ട കാര്യമില്ല. എന്തായാലും നമ്മൾ വരുന്നതിനേക്കാൾ ചെലവാണ്. ഒരു 4 ദിവസത്തേക്ക് എന്തൊരു എക്സ്പെൻസീവ് ആണ്. ഈ സ്നേഹന്റെ കൂടെ നടന്നിട്ടേ നീനാണ് നമ്മളെ കൊല്ലാൻ പോണത്. ഞങ്ങൾ അമ്മച്ചി ഇനി റിസോർട്ടില് തഞ്ചാവൂർ എത്തിയപ്പോൾ ഞങ്ങൾക്ക് ഒരു കുഞ്ഞി പണി കിട്ടി. നമ്മുടെ കിയ സിറോസിന്റെ ടയർ ചെറിയൊരു പണി കിട്ടി. പഴയ ടൈപ്പ്. അങ്ങനെ ഗൈസ് നമ്മൾ അപ്പൊ റിസോർട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. ആത്മാവും സോയും കൂടി ചേർന്ന് ആത്മയും കൂടി മിക്സ് ചെയ്ത് സ്വത്മ. ആക്ച്വലി ഭയങ്കര പ്രിറ്റി, നല്ല അടിപൊളി ലുക്ക്, നല്ല എസ്തെറ്റിക്. ഇവിടെയാണ് കുറെ പേര് പാർക്ക് ചെയ്ത് ഞാൻ കണ്ടത്. നമുക്ക് അവിടെ പാർക്ക് ചെയ്യാം, നമുക്ക് പെട്ടെന്ന് എടുത്തങ്ങോട്ട് പോവാലോ. നമ്മളിവിടെ റിസോർട്ടിലിട്ടുണ്ട്. സ്വാത്മ പറഞ്ഞ റിസോർട്ട് നല്ല അടിപൊളി റിസോർട്ടാണ്. അപ്പോൾ നമ്മുടെ പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞ് നമ്മളിപ്പോൾ റിസോർട്ടിലെത്തി. നിങ്ങളിപ്പോൾ കണ്ടല്ലോ റിസോർട്ട്, ഇതാണ് റിസോർട്ട്. നോറ ഇവിടെ വീഡിയോ എടുക്കുകയാണ്. കാറിന് ചെറിയൊരു പണി കിട്ടി, എന്നാലും കുഴപ്പമില്ല. ഞങ്ങളത് നേരെയാക്കാൻ ഇപ്പോൾ ഇവിടെ റിസോർട്ടിൽ വന്നിട്ട് പെട്ടിക്ക് വെച്ചിട്ട് നമ്മൾ ഫ്രഷ് ആയിട്ട് നേരെ അത് വണ്ടി ഇതാക്കാൻ വേണ്ടി നമ്മൾ ടയർ മാറ്റുക, അത്രേ ഉള്ളൂ. മറ്റേ സ്റ്റെപ്പിനി ഉണ്ടല്ലോ, അത് വെച്ചിട്ട് മാറ്റുക, ഇതെല്ലാം ചെയ്യും. അപ്പോൾ ഇതാണ് നമ്മുടെ വൈബ് നിറഞ്ഞ ഒരു റിസോർട്ട്. തഞ്ചാവൂർ ആണ്, ടെമ്പിളിൻ്റെ അടുത്ത്. ഫോട്ടോഷൂട്ടിനൊക്കെ പറ്റിയ അടിപൊളി പ്ലേസ്. You're paying good salary, I think so, for you. Welcome. Thank you. Thank you. നമ്മുടെ റിസോർട്ടിൽ കിട്ടിയ നമ്മളുടെ റിസോർട്ടിലേക്ക് പോകണ വഴിയാണ്. അത് പോണ വീടല്ലേ. ഒരു വീണുണ്ട് അവിടെ, വീണുണ്ട്. എല്ലാം നോറേണ്ട കഴിച്ചിട്ട് നമ്മളൊരു പഴയ തറവാട് പോലത്തെ ഒരു സെറ്റിലാണ് വന്നിരിക്കുന്നത് കേട്ടോ.
എല്ലാരും ലിഫ്റ്റ് ഒന്നാമത്തോ. ഇവിടുന്ന് കിട്ടിയ സാധനങ്ങളൊക്കെ പൊട്ടിച്ച് അതിന്റെ അവസ്ഥകൾ മാറ്റിയെടുത്ത് നമ്മളെ കൊണ്ട് ഫുള്ള് പൈസ എക്സ്ട്രാ എന്റെ ഇതിക്ക് നോക്കരുത്, അത് അടച്ചിട്ടാ പൊട്ടത്തി നോക്ക. എന്തോന്നും കാണാത്തത്, പഴയ ലോജിക്കൊന്നും ശരിയല്ല. എന്നെ കാണാതെ ദൂരെയുള്ള സാധനങ്ങൾ മാത്രമേ കാണുള്ളൂ. കടൽ എത്തിക്കോ അങ്ങനെ എന്തോന്നും കണ്ടില്ലല്ലോ. അപ്പൊ നമ്മൾ എനിക്ക് തോന്നുന്നു നമ്മളെ ഇത് പഴയ രാജകൊട്ടാരത്തിൽ താമസിക്കുന്നതാണ് എൻ്റെ ഒരു വിശ്വാസം. സ്വത്തുമ എന്ന് പറഞ്ഞ ഒരു റിസോർട്ടാണ്. ഈ രാജാവ് ഇവിടുത്തെ ഏതൊരു പഴയ രാജാവായിരുന്നു. പക്ഷെ നല്ല രസമുണ്ട് കേട്ടോ കാണാൻ, നല്ല അടിപൊളിയുണ്ട്. ഒരു ശംഖ് നല്ല അടിപൊളി, നല്ലൊരു എസ്തെറ്റിക്. ഒരു ചാരുകസരൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ ഒരു പിക്ചേഴ്സ് ഉണ്ട്, പഴയ ഗ്രാമഫോൺ, ടെലിസ്കോപ്പ്, തുണി, ഒരു പഴയ അവർ യൂസ് ചെയ്യുന്ന തുണിയുണ്ട്. പിന്നെ ഇവിടെ ലൈബ്രറി സെറ്റ് അപ്പം ഉണ്ട്. പിന്നെ ഇവിടെ നമുക്ക് ഗെയിം കളിക്കാനൊക്കെ ചെസ്സ് ഉണ്ട്. രാജാവ് ഇതാണ് അവരുടെ റൂം. നോറയും റസ്മിനും അവിടെ നിൽക്കുന്നത്. ഞങ്ങളെ റൂം ഇപ്പുറത്ത്. ഞാനും ലിനും ആടിനകസ്ഥിര. അയ്യോ പ്രേതം. ഇതാണ് ഞങ്ങളെ റൂം. ഇതാണ് ഞങ്ങളെ റൂം. എൻ്റെ ഇത് നമുക്ക് കിട്ടിയ നല്ല റൂം. പിന്നെ ഇത് നമ്മുടെ വാഷ്റൂം. ഈ വാഷ്റൂമിൻ്റെ ഇപ്പുറത്താണ്. അവിടെ ലിനുവിന് എന്തൊക്കെ സാധനങ്ങളുണ്ട് അത് കാണാൻ പാടില്ല. ചോറ് മറയ്ക്കാൻ പോയതാണ്, മറച്ചോ. അപ്പോൾ വാഷ്റൂം നല്ല ഭംഗിയല്ലേ, സെപ്പറേറ്റ് ആയിട്ട് വാഷ്റൂം, ടോയ്ലറ്റ്. ഇവിടെ ഞങ്ങൾക്ക് ഇഷ്ടം പോലെ സ്ഥലമുണ്ട് കേട്ടോ. AC ഒക്കെ കിട്ടും. ഞങ്ങൾ AC ഉള്ള ബാത്റൂമാണ്. അത് നമുക്ക് ഒരു ചൂടുണ്ടല്ലോ. അപ്പോൾ AC ഉണ്ട്. ഡ്രസ്സിങ് ടേബിള് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഹലോ എന്നുണ്ട്, ആരും വരുന്നുണ്ട്. യെസ്, കമിൻ സൈഡ്. ഇല്ല, ഞങ്ങളൊന്ന് വാങ്ങിയതാ. അപ്പൊ ഗൈസ് നമ്മൾ ലിനു എന്നോട് തെറ്റിയിരിക്കുകയാണ്. മിണ്ടണ്ടെന്ന് പറഞ്ഞതിന് തെറ്റിയിരിക്കുകയാണ് ഗൈസ്. വ്ളോഗ് തുടങ്ങിയല്ലേ ഹലോ പറയും ചിരിക്കും, പിന്നെയോ എന്തെങ്കിലും ലിനു പറയും ചിരിക്കും, നോറ പറയും ചിരിക്കും, വേറെ ഒന്നും ഇല്ല. എന്നോട് മിണ്ടണ്ടെന്നല്ലേ. മിണ്ട്. അപ്പൊ നമ്മളിപ്പോ ഒരുങ്ങിയിട്ട് തഞ്ചാവൂര് പോവാണ്. ഒരുങ്ങി കെട്ടി പോകണ്ട. 8 മണിയായി. ഞങ്ങൾ മല്ലിപ്പൂ വാങ്ങും. നോറ അങ്ങോട്ട് നോക്കൂ. ഞങ്ങൾ ഇപ്പൊ മല്ലിപ്പൂ വാങ്ങും. റസ്മിൻ ഭായ് മല്ലിപ്പൂ കിട്ടിയിട്ടില്ല കേട്ടോ. എനിക്ക് മല്ലിപ്പൂ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. മല്ലിപ്പൂ ഇല്ലാതെ നമുക്ക് കുറച്ച് ഫാൻസി വാങ്ങട്ടെ. ഈ ഏരിയ ഫുള്ള് ഫാൻസിയാണ്. ഇന്ത്യയിൽ ബഡ്ജറ്റ് ഇല്ല. എനിക്ക് ആരെയും കടം ഞാൻ പാപ്പനായി. അങ്ങനെ നമ്മള് ടയറൊക്കെ നന്നാക്കിയിട്ട് റസ്മിനും നോറയും ഞാൻ നന്നാക്കിയിട്ട് ടയറും റസ്മിനും റസ്മിനും നോറയും തിരിച്ചെത്തി. ഞങ്ങൾ അവിടെ ബാർഗൈൻ ചെയ്ത് 6,500 6,200 നമ്മൾ നോറ ഫസ്റ്റ് ഒരു പറഞ്ഞ എത്ര ഇരുന്നു? 8,500. അത് 6,500 ആക്കി. പിന്നെ നീ അത് 6,200 ആക്കി. സോറി, നിങ്ങൾക്കിത് MRFന്റെ കറക്റ്റ് പ്രൈസ് അല്ലെങ്കിൽ അപ്പൊ പൈസ എടുത്തിട്ട് റെഡിയാക്കി മാറ്റി വരുമായിരുന്നോ? നോറാമുസ്കളുണ്ട് ഞങ്ങൾ രക്ഷപ്പെട്ടു. പവർ ഇടാ ദ മോൺസ്റ്റർ.
എനിക്ക് ലിപ്സ്റ്റിക് ഞാൻ മേക്കപ്പ് ഇട്ടിട്ടില്ല, മേക്കപ്പ് ഇടാതെ തന്നെ കാണിക്കില്ല. അതെന്തൊക്കെ പോയി. ഇപ്പൊ നമ്മൾ തഞ്ചാവൂർ അമ്പലത്തിലേക്ക് പോവാണ്. ബൃഹദീശ്വർ ടെമ്പിള് 8:30 വരെ ഉള്ളൂ എന്നാണ് കണ്ടത്. ക്ലോസിംഗ് ടൈം പോയി നോക്കട്ടെ, ഓപ്പൺ ആവുകയാണെങ്കിൽ. അല്ലെങ്കിൽ ഞങ്ങൾ നാളെ രാവിലെ എന്തായാലും പോകുന്നുണ്ട്. ഇന്നിപ്പോ ഞങ്ങൾ ജസ്റ്റ് പരിപാടി കഴിഞ്ഞ് കുളിച്ച് വൃത്തിയായി അമ്പലത്തിലൊക്കെ പോയിട്ട് നല്ല ഡ്രസ്സൊക്കെ ഇട്ട് പോകണം. കുളിച്ചോ? പല്ല് വെച്ചു. എപ്പോ പല്ല് വെച്ചു? ഞാൻ അവിടുന്ന് പല്ല് വെച്ചു. എപ്പോ? ഞാൻ ഞാനല്ലേ ബ്രഷും കോൾഗേറ്റ് വാങ്ങിയത്. ഡ്രസ് കൊടുത്തു. സത്യം അല്ല ഞങ്ങള് ചീറ്റിപ്പോയില്ലേ? സാറില്ല, ആ കണ്ണീരില്ല സൈഡിൽ കൂടെ എപ്പോഴാ ബ്രഷ് ചെയ്തേ? ഞാനിപ്പോ ഞാൻ ബ്രഷ് ചെയ്ത ശേഷം ഇവളെ ഞാൻ വിളിച്ച്, എന്നിട്ട് ഞാൻ അവിടെ പോയി നോക്കിയത് ഇന്റെ പേസ്റ്റ് ബ്രഷ് അവിടെ ഉണ്ടാവും. ഞങ്ങള് കുളിച്ചു കഴിഞ്ഞാൽ 1/2 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് പല്ലിച്ചത്. അപ്പോഴാണ് ഞങ്ങൾ ഓർത്തത് പല്ല് വെച്ചില്ലെന്നുള്ളത്. ഞാൻ പക്ഷെ അങ്ങനെ എനിക്ക് പല്ല് വെച്ചെങ്കിൽ ഞാൻ കുളിക്കല്, ഇല്ലെങ്കിൽ ചെയ്യൂല. അതാണ് ഒന്ന് ചെയ്താൽ മാത്രമേ ചെയ്യുള്ളൂ. എനിക്ക് കുളിക്കുന്നതിന് മുമ്പ് പല്ലേക്കണം നിർബന്ധം. അല്ല അത് ഞങ്ങൾക്ക് നിർബന്ധമാണ്. പക്ഷെ ഇന്ന് മറന്നു പോയതാണ് വൈകുന്നേരം ആയപ്പോ. അയ്യോ മര്യാദകളായിട്ട് പരലോകത്തേക്ക് എത്തിക്കോ. വേണ്ടാത്തൊന്നും ആയൊന്നും ഉണ്ടാതിരിക്കോ. ഇതാണ് നമ്മുടെ ടെമ്പിള് തോന്നുന്നുണ്ട്. അതിന്റെ ഇത് നോക്ക്, ആർക്കിടെക്ചർ നോക്ക്, കൊള്ളാം. 4 വേണോ? മോളെ എനിക്ക് 0.5 വേണ്ടേ? നീ കൈ മാറ്റ്. ഓക്കെ. കഴിഞ്ഞില്ലേ? അതല്ല ഇത് മാത്രം. ഇത് കൊടുക്കണ്ടേ? നമ്മളിപ്പോ അമ്പലത്തിൽ കയറുകയാണ്. നമ്മളിപ്പോ തഞ്ചാവൂര് ടെമ്പിളൊക്കെ പോയി വന്നിട്ടുണ്ട്. എല്ലാവരും നല്ല സുന്ദരന്മാരായിട്ടുണ്ട്. ലൈറ്റ് സുന്ദരിയായിട്ടുണ്ട്. ഞാനിത് കൊളോക്കിയലായിട്ട് പറഞ്ഞതാണ്. എന്റെ വായന അബദ്ധം പറ്റിപ്പോയി. അത് പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആണ്. പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആണ്, അത്ര തന്നെ. നിങ്ങൾ അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു. എന്തൊരു സുന്ദരി അറിയോ? നല്ലൊരു സുന്ദരനെ കാണാൻ. അധികം പൊക്കണ്ട. ഞാനൊന്ന് വീഡിയോ എടുക്കട്ടെ. എന്റെ ഒരു മെമ്മറീസിന് എന്താണ്. അപ്പൊ നമ്മളിനി വീണ്ടും നാളെ പോകുന്നതായിരിക്കും. നേരത്തെ എണീച്ചിട്ട് സാരി ഒക്കെ എടുത്തിട്ട്. ഇത് നമ്മുടെ ജസ്റ്റ് ഒരു റിഹേഴ്സലാണ്. തമ്പാനൂർ ജംഗ്ഷനിലാണ്. ഈ ജംഗ്ഷന്റെ പേര് തമ്പാനൂർ ജംഗ്ഷൻ എന്നാണ്. കറക്റ്റ് തമ്പാനൂർ ടൗണില്. അപ്പൊ എന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു നമ്മുടെ അമ്പലത്തിൽ പോയത്, ബൃഹദീശ്വർ ടെമ്പിൾ. പിന്നെ 8:30 ആയപ്പോഴത്തേക്കും ഒന്ന് അടച്ചു. 8:40 ആയപ്പോൾ കറക്റ്റ് ലൈറ്റ് ഒക്കെ ഓഫാക്കി. സെക്യൂരിറ്റിക്ക് ഒന്ന് വിസിലടിച്ചിട്ട് നമ്മളെ പുറത്താക്കി എന്തായാലും. പക്ഷെ തൊഴുകാൻ മെയിൻ ബൃഹദീശ്വർ പറഞ്ഞാൽ നമ്മുടെ ശിവനാണ്. ശിവന്റെ അവിടെ തൊഴുതു. എന്തായാലും അധികം തിരക്കൊന്നുമില്ല. കാരണം എനിക്ക് തോന്നുന്നു 8:30 ആയപ്പോഴത്തേക്കും എല്ലാവരും തൊഴുത് പോയി എന്നാണ് തോന്നുന്നത്. നാളെ സാരി എടുത്ത് ഒരുങ്ങാനുള്ള തത്രപ്പാടാണ് എല്ലാവരും. പക്ഷെ ഒന്നുമില്ല, നമ്മളങ്ങനെ നടക്കും. സാരിയും ബ്ലൗസും കൊണ്ടുവന്ന് അടിപ്പാവട കൊണ്ടുവന്നില്ല. ഒരാളെ ഒന്നുമില്ല, അടിപ്പാവട മാത്രം ഇട്ട് നോക്കി. അയ്യോ എന്തായിരുന്നു? കണ്ണാടി വള. കണ്ണാടി ഗ്ലാസ്. ടൗണിലെ വഴിയോരങ്ങളിലൂടെ ഞങ്ങൾ നടക്കുകയാണ്. രാത്രി 10 മണിയായി. ഫാൻസി കടകൾ തപ്പി നടന്നാണ്. സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട്. ഈ ഫുഡ് കഴിക്കാൻ ആര്യഭവൻ. നമ്മൾ വെജാണ് ഇന്നും നാളെയും, കാരണം ടെമ്പിളിലൊക്കെ പോകുന്നുണ്ട്. ആര്യഭവൻ.
എന്റെ ഗീ റോസ്റ്റ് വന്നു. വെറും റോസ്റ്റ് മിൽക്ക് ഭയങ്കര മധുരല്ലേ? ജ്യൂസ് ഉണ്ടായില്ലേ? ഇവർ രണ്ടുപേരും അല്ല, റസ്മിനും നോറ ഇത് കഴിക്കണ്ട നൂഡിൽസ്. മറ്റേ നോറ കൊണ്ടല്ല നാശത്തിലേക്ക് അതിന്റെ പോക്ക്. നിങ്ങളൊന്നും ഒരു മയത്തിൽ വീഡിയോയില് ഫേസ് തരാത്ത ഷോടാ. ഭയങ്കര ഷോ ആണല്ലോ. ഒളിച്ചിട്ട് സ്നേഹേ നിക്കേ കണ്ടിട്ട് ഞങ്ങളോട് ചോദിക്കത്തുള്ളൂ എന്റെ സ്നേഹം എന്ത് ചെയ്യുന്നത്. അതെ, അവനെന്ന് പറഞ്ഞിട്ട് കുട്ടി ആർക്കും ഇല്ല. ഇപ്പൊ എനിക്ക് തന്നെ